ഡോക്ടർ സുൽഫി നൂഹു ചേരുന്നുണ്ട്. IMA പ്രതിനിധിയാണ്. ഡോക്ടർ, നമുക്കറിയാം അങ്ങേറ്റം വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് വരുന്നത്. 5.5 വയസ്സായ ഒരു കുഞ്ഞിനാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. പേവിഷബാധയായിട്ടാണ് മരണം. വാക്സിൻ എടുത്തിട്ടും ഇത്തരത്തിൽ ആ ഒരു രോഗം മൂർച്ഛിക്കാൻ എന്താണ് കാരണം? ഇത് നമുക്ക് പ്രാഥമികമായിട്ട് പേവിഷബാധ മരണം, വാക്സിനേഷൻ ശേഷവും മരണം ഉണ്ടാകുന്നത് ആദ്യത്തെ ഒരു സംഭവമല്ല. മുൻകാലങ്ങളിലും അത്യപൂർവമായിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പല കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒന്ന്, കടിയുടെ ഗുരുതരാവസ്ഥ. ഈ തലച്ചോറ് അല്ലെങ്കിൽ ബ്രെയിനിനടുത്തുള്ള ഭാഗങ്ങളിൽ തല കടിയേൽക്കുന്നത് വളരെ ഗുരുതരമായ കടിയായിട്ട്, അല്ലെങ്കിൽ ബൈറ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഗ്രേഡ് 4 ബൈറ്റ് ആയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ള ബൈറ്റ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാക്സിനേഷൻ, രണ്ടാമത്തെ കാര്യം, വാക്സിനേഷൻ ഒരു അസുഖത്തിനും 100% പ്രൊട്ടക്ഷൻ ഇല്ല. അത് ഓൾമോസ്റ്റ് ഒരു 98 to 99% ആൾക്കാരിലും പ്രൊട്ടക്ഷൻ കൊടുക്കുമെങ്കിലും ചെറിയൊരു ശതമാനത്തിന് വാക്സിനേഷന് ഫെയിലിയർ വരാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ കോവിഡിന്റെ കാലത്തും ഒക്കെ തന്നെ നാം കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇത്. മൂന്നാമത്തെ കാര്യം, ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം, അതെനിക്ക് തോന്നുന്നു മാധ്യമങ്ങളൊക്കെ തന്നെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ നമുക്ക് ഡോഗ് ബൈറ്റ് ഉണ്ടായാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മുടെ സോപ്പ് വെള്ളം വെച്ചിട്ട്, വെള്ളവും സോപ്പും വെച്ചിട്ട് ആ മുറിവേറ്റ ഭാഗം കഴുകുക. 20 മിനിറ്റ്സ് നല്ലവണ്ണം കഴുകി അഴുക്ക് കളയുക, അല്ലെങ്കിൽ അണുക്കൾ. അതിന് കാരണം ഈ രോഗാണുക്കൾ ഈ സോപ്പ് വെള്ളത്തിൽ തന്നെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു നല്ല ശതമാനം രോഗാണുക്കളും ആ സോപ്പ് വെള്ളത്തിൽ തന്നെ നശിച്ചു പോകും എന്നുള്ളതാണ്. അപ്പോ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ നെർവുകളിലൂടെ തലച്ചോറിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും എത്തുന്നതിനെ തടയാനും ഒക്കെ തന്നെ ആ ഫസ്റ്റ് എയ്ഡ് വളരെ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നു. മൂന്നാമത് അല്ലെങ്കിൽ നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, വാക്സിനേഷൻ എടുക്കുന്നതിനുള്ള ഒരു ഡിലേ ആണ്. ഈ കാര്യത്തിൽ വാക്സിനേഷനിൽ വളരെയധികം ഡിലേ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും പലപ്പോഴും വാക്സിനേഷൻ എടുക്കാൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രാത്രി ഒരു പട്ടിക ഇരിക്കുകയാണ്, നാളെ രാവിലെ എടുക്കാം എന്നൊരിക്കലും ചിന്തിക്കരുത്. കാരണം പേവിഷബാധ എത്രയും നേരത്തെ വാക്സിനേഷൻ ഉള്ളിൽ ചെല്ലേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലൊക്കെ തന്നെ വാക്സിനേഷൻ അത്യാഹിത വിഭാഗങ്ങളിൽ തന്നെ ലഭ്യമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച്, അത്യാഹിത വിഭാഗത്തിലാണെങ്കിൽ അവിടുന്ന് ആ വാക്സിനേഷന്റെ ഫസ്റ്റ് ഡോസ് സ്റ്റാർട്ട് ചെയ്യുക. ഡോക്ടർ ഈ മുറിവിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഏതുതരം മുറിവാണെന്ന് നോക്കിയതിനു ശേഷം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാറ്റഗറി 1നും 2നും ഒരുപക്ഷെ നമുക്ക്, എസ്പെഷ്യലി 1ന് നമുക്ക് ആന്റി റേബീസ് സീറം ഇമ്യൂണോഗ്ലോബിൻ ആവശ്യമാണെന്ന് വരില്ല. പക്ഷേ മറ്റ് കാറ്റഗറീസിന് നമുക്ക് ഇമ്യൂണോഗ്ലോബിനും കൂടെ ആവശ്യമാണ്. അപ്പോൾ ഇമ്യൂണോഗ്ലോബിൻ ആവശ്യമാണെന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ അത് എടുക്കുക. അത് മാത്രമല്ല, ഏറ്റവും അവസാനത്തെ കാര്യം, ബാക്കി ഡോസുകൾ, ഒറ്റ ഡോസിൽ തീരുന്നില്ലല്ലോ, ബാക്കി ഡോസുകൾ കംപ്ലീറ്റ് ചെയ്യുക എന്നീ കാര്യങ്ങളുണ്ട്. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പേവിഷബാധയിൽ കൃത്യമായി സൂക്ഷിക്കേണ്ടത്. ഇതിൽ ഏത് തരത്തിലുള്ള വികാസം വന്നാൽ പോലും ഒരു പക്ഷേ അത് മറ്റ് അത്യപൂർവമായിട്ടാണെങ്കിൽ പോലും റേബീസ് വരുവാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. മറ്റെന്തെങ്കിലും കാരണം ഇതിനുണ്ടോ എന്നുള്ളതും കൂടുതൽ വിശദമായിട്ട് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ, ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കഴുത്തിന് മുകളിലോട്ട് മാരകമായ മുറിവുണ്ടായതാണ് ഈ ഒരു വാക്സിൻ ഏൽക്കാതിരിക്കാൻ കാരണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അത്തരത്തിൽ തന്നെയാണോ ഈ കഴുത്തിന് മുകളിലേക്ക് ഈ കടിയുടെ ആഘാതം കൂടുകയാണെങ്കിൽ വാക്സിൻ ഫലപ്രദമാകാതിരിക്കാനുള്ള സാധ്യതയുണ്ടോ? മറ്റെന്തെങ്കിലും, അതായത് എന്തെങ്കിലും രോഗാവസ്ഥയുള്ളവരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഒരു വാക്സിൻ പ്രവർത്തിക്കാതിരിക്കാമോ? ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് എവിടെ കടിയേറ്റു എന്നുള്ളതാണ്. അത് തലച്ചോറിനടുത്തേക്ക്, നമ്മുടെ ബ്രെയിനിനടുത്തേക്കുള്ള കടികളെല്ലാം തന്നെയും വളരെ ഗുരുതരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടിയതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടിക്കും തലച്ചോറിൽ തലയിൽ കടിയേറ്റു എന്ന് മാത്രമല്ല, കഴുത്തിൽ കടിയേറ്റു എന്ന് മാത്രമല്ല, കടികളെല്ലാം തന്നെയും ആഴത്തിലുള്ളതും ഡീപ്പായിട്ടുള്ളതുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ അണുക്കള് തലച്ചോറിനുള്ളിലേക്ക് കടന്നു കയറാനുള്ള വളരെ ചുരുങ്ങിയ സമയം കൊണ്ടെത്തും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒരു റിസ്ക് കൂടിപ്പോകുന്ന ഒരു കാരണമുള്ളത്. പിന്നെ ഡെഫിനറ്റ്ലി ഈ ഡെബിലിറ്റേറ്റിംഗ് ഇൽനെസ്, അതായത് ഫോർ എക്സാമ്പിൾ ഇമ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ മറ്റ് അതീവ ഗുരുതരമായ രോഗമുള്ള ആൾക്കാരിലൊക്കെ തീർച്ചയായിട്ടും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് വാക്സിനേഷന്റെ എഫക്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും തലയിലും കഴുത്തുകളിലും ഏറ്റ കടികളാണ് കൂടുതൽ മരണകാരണമാകാനുള്ള സാധ്യത. അതോടൊപ്പം തന്നെ ഡോക്ടർ, ഈ ഒരു പ്രദേശത്ത് മറ്റ് നായ്ക്കളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു നായ തന്നെ മറ്റ് നായകളെ കടിച്ചിരിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? എന്തൊക്കെ ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ, എങ്ങനെയാണ് ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ ആവശ്യമായി വരുന്നത്? എന്തൊക്കെ ജാഗ്രത അല്ലെങ്കിൽ എന്തെങ്കിലും മുൻകരുതലാണ് ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ സ്വീകരിക്കേണ്ടത്?
വാക്സിൻ തീർച്ചയായിട്ടും ഈ റാബിഡ് ആയിട്ടുള്ള ഈ ഡോഗ് ഈ പട്ടി മറ്റുള്ളവരെ മറ്റ് പട്ടികളെയൊക്കെ കടിച്ചിട്ടുണ്ടായിരിക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും അത്തരം മൃഗങ്ങളിൽ നിന്നും പട്ടികളിൽ നിന്നൊക്കെ തന്നെ കടിയേൽക്കാതെ ശ്രദ്ധിക്കാൻ മറ്റു പട്ടികൾക്ക് അല്ലെങ്കിൽ അത്തരം കൂട്ടം തെറ്റി നടക്കുന്ന അല്ലെങ്കിൽ റാബിഡ് ആയിട്ടുള്ള പട്ടികൾ ആ പ്രദേശങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ ബൈറ്റ് കേൾക്കുക അല്ലെങ്കിൽ അത്തരം ഈവൻ ഹൗസ് ഹോൾഡ് പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള വളർത്തുമൃഗങ്ങൾക്കൊക്കെ തന്നെ ഈ പട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് പട്ടികളിൽ നിന്നോ ഒക്കെ കടിയേൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കാം. അപ്പൊ അത്തരം വളർത്തുമൃഗങ്ങളിൽ നിന്നാണെങ്കിൽ പോലും വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെങ്കിൽ പോലും നമുക്കൊരു ബൈറ്റോ അല്ലെങ്കിൽ ഒരു ലിക്കോ അല്ലെങ്കിൽ ഒരു മുറിവോ ഏൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനും നാം ചികിത്സ എടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന പ്രാഥമിക ശുശ്രൂഷയും മറന്നുപോകാതിരിക്കുക. 20 മിനിറ്റ് സോപ്പ് വെള്ളം വെച്ച് മുറിവേറ്റ ഭാഗം കഴുകുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.